വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. അപ്പൊ അത് തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്, അത് സിനിമയായിട്ട് അതിനെ ഒരു കലയായിട്ട് അംഗീകരിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ വേണം. അങ്ങനത്തെ നല്ല പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ വിഷയം എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും രണ്ടാമതൊരു പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കോൺഫിഡൻസ് പലപ്പോഴും ഗെല്ലിയത് പോകുന്നു. അതിലൊരു ഭാഗമാണ് ഈ പറയുന്ന താരങ്ങൾ. ഇപ്പൊ അരിസ്റ്റോ ചേട്ടൻ വളരെ എന്താ പറയാ, ഏത് മൊമെന്റിലും ഞാൻ അരിസ്റ്റോ ചേട്ടന്റെ വിഷ്വൽസ് എവിടെ വന്നാലും ഭയങ്കരമായിട്ട് സ്പിരിറ്റ്ഫുള്ളി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് നമ്മൾ 10 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള ഈ വന്നിരിക്കുന്നു. ഒരു വാക്കിൽ വിളിച്ചാൽ ഓടി വരും. അല്ല, വലിയ സത്യം തന്നെയാണ്. അതെന്ത് അദ്ദേഹത്തിന് നല്ല നല്ല റേഞ്ചുള്ള ആർട്ടിസ്റ്റാണ്. അപ്പം ഇത് അവര് മാത്രമല്ല, ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ഞെട്ടിപ്പോകും. കാരണം ഇതിനകത്ത് ഒരു 50 എസ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റുകളുണ്ട്. അതായത് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഫിലിം, സീരിയൽ എല്ലാം റിലേറ്റ് ചെയ്ത ഒരു 100 ആർട്ടിസ്റ്റുകളുണ്ട്. ഒരേ സമയത്ത് ഒരു ഫ്രെയിമിലൊക്കെ 40 പേര് ഇല്ലാത്ത ഒറ്റ ഫ്രെയിമില്ല, 100 പീപ്പിളൊക്കെ ഒറ്റയടിക്ക് സ്ക്രീനിൽ നിൽക്കുകയാണ് ഒരേ സമയത്ത്. ഇതെല്ലാം ചെയ്ത് ഇത്രയും മനോഹരമായി ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൊമോഷൻസ് വരുമ്പോൾ മാത്രം ഈ പറയുന്ന പോലെ പൈസ ആയിരുന്നോ. ഇതിന് എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്രയേ വരുള്ളൂ. ഇവരെല്ലാവരും തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ആര് വിളിച്ചാലും ഓട്ടോ വിളിച്ചു വരും. എവിടെയാണെങ്കിലും കഷ്ടപ്പെട്ട് വരും, പ്രൊമോഷൻ ചെയ്യും. ഒരു 3 ഫിലിം ഹിറ്റായി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നത് നിയമം, എനിക്ക് ആ ഹോട്ടൽ വേണം, എനിക്ക് ഇത് വേണം, അത് വേണം. കാരണം ഇതെല്ലാം നമ്മൾ പറയുന്നത് ഒത്തിരി മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കിത് പറയാൻ ഒത്തിരി ആധികാരികതയുണ്ട്. പേഴ്സണലി നമുക്ക് ഒത്തിരി പരിചയക്കാരുണ്ട്, പേഴ്സണലി നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാത്ത ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. പക്ഷെ അവരോട് ഈ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ കുറച്ച് ഓവറായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് മെജോറിറ്റി. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഇൻസിഡന്റ് പറയാം. ഒരാൾ എന്നോട്, ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ലോണിന്, അതൊരു ആർട്ടിസ്റ്റാണ്, ചോദിക്കുന്നത് വലിയൊരു കാറ് വേണം. എന്തിനാണ് അത് കാണുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ പ്രശ്നം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ്. പക്ഷെ നമ്മൾ നമ്മുടെ കഴിവുകൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ശ്രദ്ധകളൊക്കെ സത്യം പറഞ്ഞാൽ ഇമ്മെറ്റീരിയൽ. എത്രയോ വലിയ പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുള്ള സിനിമകൾ 7 ദിവസം കൊണ്ട് ഹോൾഡ് ഓവർ ആയി പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പൊ കമ്പയർ ചെയ്യുന്നില്ല. വളരെ എക്സ്പെർട്ട് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒത്തിരി ആൾക്കാർ വന്ന് സിനിമ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബീങ് എ സ്റ്റാർട്ടർ, ആത്മസഹോദരിക്ക് പറയാൻ ഒത്തിരി കഥകളുണ്ട്. കാരണം അതില് രജി പണിക്കർ സാർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ആ സിനിമ ഒന്ന് കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നതാണ്, ഈ തലമുറ എങ്ങനെ ചിന്തിക്കും, എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിലൊരു ഡയലോഗാണ്, സിനോജേറ്റിനോട് പറയുന്ന ഒരു ഡയലോഗാണ്. അതിൽ എല്ലാം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറുമുള്ള എല്ലാ സ്റ്റോറീസിന്റെയും കണക്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ യങ്സ്റ്റേഴ്സ്, ഓൾ ദീസ് തിങ്സ്. പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് ഇല്ല. പാർട്ടി ചിത്രമാണെന്ന് ദയവീത് തെറ്റിദ്ധരിച്ച് വെട്ടും കുത്തുമൊന്നുമില്ല, ചിരിക്കാൻ മാത്രമേ അതിനകത്തുള്ളൂ. വളരെ മനോഹരമായിട്ട് അത് എടുത്തിട്ടുണ്ട്. കാരണം തെറ്റിദ്ധരിക്കരുത്. കാരണം പലരും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു പാർട്ടി ഫിലിം ആണെന്നൊരു ഫീലിംഗ് വന്നു. പാർട്ടി ഫിലിം ആണ്, പാർട്ടി അതിനകത്ത് കണക്റ്റഡ് ആവുന്നതേ ഉള്ളൂ. പക്ഷെ വളരെ എന്താ പറയുക, നല്ല രസകരമായ സിനിമയാണ്. പിന്നെ കുറച്ച് വ്യത്യസ്തതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ 3 ആത്മാക്കളുടെ സ്റ്റോറിയും കൂടിയാണ്. അതാണ് ആത്മാക്കളായ 3 സഹോദരങ്ങൾ. നല്ല രസമാണ് അത്. ശരിക്കും അത് ഫ്രെയിമിൽ വരുമ്പോൾ നിങ്ങളത് കാണുമ്പോഴും ഒത്തിരി കണക്ട് ചെയ്യാനുണ്ട്. അപ്പൊ സിനിമ നന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നന്നായി മുമ്പോട്ട് പോകട്ടെ. ഗൂഗിളിനും ഹൃദയ പ്രൊഡക്ഷൻസിനും എന്റെ ആശംസകൾ. ആസ് സച്ച് ഈ മൂവി പ്രൊമോട്ട് ചെയ്യണം. കാരണം നല്ലൊരു ഇതാണ്. അതും നമുക്ക് താങ്ക്സ് ടു PVR. കാരണം PVR പോലത്തെ സ്ക്രീൻസ് ഒക്കെ നമുക്ക് ഏരിയസ് ഫ്ലെക്സും എല്ലാം തരുമ്പോൾ നാച്ചുറലി ആ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ അതുപോലെ വരില്ല. അപ്പം നമ്മൾ അങ്ങനത്തെ കീ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ട്രാൻഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് നിർമ്മം കാണുന്നുണ്ട്. ഒത്തിരി സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുക, കുടുംബ ചിത്രങ്ങൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഇനി വേണ്ടതാണ്. കാരണം നമുക്ക് ഇതിനകത്ത് ബന്ധങ്ങളെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ബന്ധങ്ങൾ ഇനി നമുക്ക് തിരിച്ചു വേണ്ടതാണ്. പഴയ ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോയ വാല്യൂസ് തിരിച്ചു കൊണ്ടുവരണം. അതിന് പറ്റിയൊരു സിനിമയാണ്. അപ്പൊ എല്ലാ ആശംസകളും. പറഞ്ഞ പോലെ ഞങ്ങൾ തന്നെ വരുമെന്ന് ഞങ്ങൾ പറയാൻ കാരണം ഇത് സിനിമ, ഞങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റാണ്. അപ്പം ഇതൊരു കലയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ലാതെ വേറെ ഇത് അതോടെ ആരും വന്നില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും വരുമായിരുന്നു പ്രൊമോഷൻ. അതാണ് ഈ ആത്മസഭയ്ക്ക് ഞങ്ങൾക്ക് അത്ര വിശ്വാസമുണ്ട്. കാരണം നമ്മൾ വിമർശിക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള സിനിമകളെ വിജയിപ്പിക്കും. ഞങ്ങൾ ഈ സിനിമ ചെയ്തില്ല ശരി, വേറെ ആരെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിലും നമ്മൾ എല്ലാവരും നമ്മളടങ്ങുന്ന 1, 2, 3 അതാണല്ലോ സമൂഹം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 1, 2 സിനിമകൾ വിജയിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സിനിമകൾ വരും. നമ്മൾ തന്നെയാണ് ഹിറ്റാക്കി കൊടുക്കുന്നത്, അതാണ് പറഞ്ഞത്. അപ്പം എല്ലാത്തിനും കാരണം നമ്മളും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ കാണണം, എല്ലാവരും കാണണം എന്നാണ്.
അത് ഇപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. ഈ സിനിമ ആരംഭിക്കുമ്പോൾ ഞാൻ കഥ പറഞ്ഞത് എൻ്റെ വൈഫിനോടാണ്. ഞാൻ ഇത്രയും പേര് എൻ്റെ കൂടെ ഉണ്ടാവും നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ സിനിമ ഞങ്ങൾ നിർമ്മിച്ചതും. ഞങ്ങൾ ഇതെല്ലാം ഈ ബോണ്ടിങ് എല്ലാം ഉണ്ടായത് എനിക്ക് നിറയെ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടായിട്ട് ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡ് എടുക്കുന്നുള്ളൂ. ഞാൻ ആരെയും പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിലാവുന്നു. ചിലപ്പോൾ നാളെ ഞാൻ അടുത്ത പടം എടുക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് നേരം കൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. നിങ്ങൾ രണ്ടും ആര് വന്നില്ലെങ്കിലും നിങ്ങൾ വരും, ആര് വന്നില്ലെങ്കിൽ നിങ്ങൾ വരും. നിങ്ങൾ മാത്രം വന്നിട്ട് കാര്യം വരുള്ളൂ. ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ്. എല്ലാം ഈ ആർട്ടിസ്റ്റ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. ഇല്ല, നിരാശയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അത് എല്ലാവരും പറഞ്ഞത്. ഇത് ഞാൻ പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആ ഉത്തരവാദിത്വം അത് ഞങ്ങൾ ചെയ്യും. ബാക്കിയുള്ളവര് വന്നില്ലേ പറയുന്നു. നമ്മളും സ്റ്റാർട്ട് ചെയ്ത് നമ്മളും ഒരു ആക്ടറാണ്. അപ്പൊ നമ്മൾ വന്നതിന് നിങ്ങൾക്ക് വാല്യൂ കാണുന്നില്ല. നിങ്ങൾ ആരെ പ്രതീക്ഷിക്കുന്നത്? അപ്പൊ ഞാനും ആ സിനിമയിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാല്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ അപ്പൊ ആരെയാണ് നിങ്ങളിപ്പോ സ്റ്റാർ വാല്യൂസ് അല്ലേ നോക്കുന്നത്? അതിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പരിഗണന ഇത് ശരിക്കും ഡയറക്ടറും പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുകളും തമ്മിൽ ഈ ഒരു കലിപ്പുണ്ടാക്കുന്നത് നിങ്ങൾ പത്രക്കാർ പുറത്തു കൊടുത്ത് ഈ സിനിമ പ്രൊമോഷൻ ചെയ്യിക്കും. ഇങ്ങനെയെങ്കിലും ഈ സിനിമ ഒന്ന് പ്രൊമോഷൻ ചെയ്തെടുക്കുക പ്ലീസ്. അല്ല ചേട്ടാ ഞാൻ ഓപ്പണായിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയാം. എല്ലാവരും എന്നെ വിളിച്ച് ഇതിന്റെ അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ ഒരിക്കലും അവരൊക്കെ എൻ്റെ കൂടെ സഹകരിച്ചത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. ഇവരെല്ലാം സഹകരിച്ച ആർട്ടിസ്റ്റാണ്. ഞാൻ എനിക്ക് കണ്ടുവച്ച് എനിക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായെന്ന് വിചാരിച്ച് എനിക്ക് ഇത് തള്ളി പറയാൻ പറ്റത്തില്ല. എല്ലാവരും എൻ്റെ ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആ പോസിറ്റീവ് സൈഡല്ല ഞാൻ പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരുടെ തിരക്ക് എനിക്ക് ഇതിന്റെ അപ്ഡേറ്റ് തിരക്കുന്നവരുണ്ട്, വിളിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഒന്നടങ്കം എനിക്ക് അങ്ങനെ അടച്ചാക്ഷേപിച്ചോ അല്ലെങ്കിൽ അടച്ച് വിമർശിക്കാൻ പറ്റത്തില്ല. അല്ല വിഷമം അല്ല, നിങ്ങൾ ചോദിച്ചത് തെറ്റൊന്നുമില്ല, ചോദിക്കാം, തെറ്റൊന്നുമില്ല. അത് വിഷമമായതല്ല. ഷീ വാസ് ആക്ച്വലി ട്രൈങ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ്. അവര് ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ഈ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ 3 സിനിമകൾ ചെയ്തു ആർട്ടിസ്റ്റാണ്. ഇപ്പൊ അമ്മയിൽ പോയി മെമ്പർഷിപ്പ് തുടങ്ങി 3 സിനിമ ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളുണ്ട്. അപ്പൊ ലോജിക്കലി പറയുമ്പോൾ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനകത്ത് അതിനെ ഒരു നെഗറ്റീവ്, കാരണം ഇതിൽ ഇത് ഒരു സത്യാവസ്ഥ പറയാം. കുറച്ച് കാസ്റ്റിംഗിന് വരുമ്പോഴേ ഇത് തന്നെയാണല്ലോ നമ്മള് സ്റ്റാർ വാല്യൂസ് ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട്. ഈ സ്റ്റാർ വാല്യൂസ് കൊടുക്കുന്നതിനാട്ടിലും അതുപോലെ തന്നെ കാലിബറുള്ള പലരും. അല്ല, കുറച്ചു മുമ്പ് സർ ഇദ്ദേഹം ചോദിച്ചു എവിടെ നിങ്ങൾ. അപ്പൊ ഈ എവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യം എവിടെ രഞ്ജി പണിക്കർ, എവിടെ നോബി, എവിടെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. കാരണം വലിയ മുഖങ്ങളില്ല. പക്ഷേ അവർക്ക് എല്ലാവർക്കും അവരവരുടെ തിരക്കുകളുണ്ട്. അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേറെ നല്ല വലിയ മൂവികളുണ്ട്. ഞാൻ അങ്ങനെ തോന്നി അവിടെ ഒരു കാര്യം പറയാം. അല്ല ആ പറഞ്ഞോട് എനിക്ക് കാര്യം ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഞാനിപ്പോ ഇന്ന് വന്നതിന്റെ കാര്യമില്ല. എനിക്ക് ഇന്ന് വർക്കില്ല. എനിക്കിപ്പോ ഇന്ന് വർക്ക് അവിടെ കോഴിക്കോടോ എറണാകുളത്തോ എവിടെയെങ്കിലാണ് വർക്കെങ്കിൽ എനിക്ക് വരാൻ പറ്റുമോ? അല്ല, ഇതിൽ ഓക്കെ. അല്ലെങ്കിൽ ആ സിനിമ ഇന്നത്തെ ഡേറ്റ് അത് ഞാൻ ചെയ്തു. മുൻകൂട്ടി ഒരു തീരുമാനം നേരത്തെ ചോദിച്ചതുപോലെ സിനിമയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചു. സിനിമ കഴിഞ്ഞാൽ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിട്ട് വരണം എന്നൊരു എഗ്രിമെന്റ്. ആ തമിഴുണ്ട്. എന്നിട്ട് പൈസ കൊടുക്കുള്ളൂ. പ്രൊമോഷൻ വന്നാലേ ബാക്കി പൈസ കൊടുക്കും. കഴിഞ്ഞ ദിവസം ദീപു കരുണാകരൻ കൊടുത്ത ആ ഇന്റർവ്യൂ ദീപു തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ എന്തായാലും ഞാൻ ഈ ഭൂതത്തെ തുറന്നു വിട്ടു. അത് അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷെ അത് എനിക്ക് പേഴ്സണലിയും ഗുണം ചെയ്യില്ല. ഇനി ഈ സിനിമ ഇറങ്ങിയിട്ടില്ല. ആ സിനിമ ഇനി ഇറങ്ങാൻ പോകുന്നുള്ളൂ. മിസ്റ്റർ ആൻഡ് എന്താണ് മിസ്സസ്. അപ്പൊ ആ സിനിമ മെയിൽ ഇറങ്ങാൻ പോകുന്നുള്ളൂ. ഇനി എനിക്ക് അനശ്വര രാജന്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അവരോട് പോയിട്ട് പ്രൊമോഷൻ വരണമെന്ന് പറയാൻ പറ്റില്ല. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവൻ കാണിച്ച ചങ്കൂറ്റം അതാ സത്യം. കാരണം ആള് പറയുന്നത് ഇത് സിനിമയ്ക്കും ഗുണം ചെയ്യില്ല, എനിക്ക് പേഴ്സണലി ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് അവരും അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. എനിക്ക് ഡിപ്ലോമാറ്റിക് ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെ തിരിച്ചു വരികയാണ്. അതായത് ഞങ്ങൾക്ക് നിങ്ങൾ ആര് വന്നാലും ഞങ്ങൾക്ക് അത് വിഷയമല്ല.
പക്ഷെ നിങ്ങളുടെ സിനിമയില് എല്ലാവരും ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത്, അത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അത് ചോദിച്ചാൽ ഇൻഡസ്ട്രിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേർതിരിവ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരെ എത്തിയത്. അതെ, അങ്ങനെ ഒരു മാറ്റം വരേണ്ടതാണ്. എന്തായാലും ഇനി ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ഇത് ചർച്ച ഇങ്ങനെ നീണ്ടു പോകും. ഇനി അടുത്ത ആഫ്റ്റർ ലഞ്ച് ഒരു സെഷനൊക്കെ വെക്കേണ്ടി വരും. ഞാൻ ഇടപെട്ടോട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് സ്ക്രീൻ സ്മോൾ സ്ക്രീൻ സത്യം പറഞ്ഞ പ്രേക്ഷകരെ പുറത്തു നിന്ന് കാണുമ്പോൾ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു. ബിഗ് സ്ക്രീൻ സ്മോൾ സ്ക്രീൻ പറയുമ്പോൾ പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു സീരിയൽ പോലെ എടുത്തു വെച്ചേക്കുന്നു. സീരിയൽ പോലെ എടുത്തു വെച്ചു പറഞ്ഞാൽ ഇത്ര കുഞ്ഞു എന്താ? നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് 13 എപ്പിസോഡിന്റെ ദൂരദർശൻ കണ്ടാ നിങ്ങൾ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഈ സീരിയലിനെ നിങ്ങൾ അങ്ങനെ അത്ര നെഗറ്റീവായിട്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നു. ഈ ഞാൻ ഒരു കാര്യം ഇവിടെ സന്തോഷ് പണ്ഡിറ്റിനെ ഞാൻ മാർക്ക് ചെയ്യണം. കാരണം അയാൾ എന്നോട് ഒരു ദിവസം, ഞാൻ ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്ത് കയ്യിൽ വെച്ചോണ്ടിരിക്കുക, ഇറക്കാൻ മടി. അപ്പൊ ഞാൻ സന്തോഷ് പണ്ഡിറ്റ് എന്റെ അടുത്ത് പറഞ്ഞു, ജോജി നിങ്ങൾ ഈ ഫിലിം ഡയറക്ഷൻ ഒക്കെ പഠിച്ചിട്ട് ഈ പറയുന്ന പോലെ ഇത് ഡയറക്ട് ചെയ്ത് ഈ സാധനം കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ഇറക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞാൽ അതിന്റെ സബ്ജക്ട് കറക്റ്റ് ആയിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. ഒരു പ്രശ്നമില്ല, ഇടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി പറയുന്നതിന്റെ തൊട്ട് താഴെ വന്നിട്ട് ഒരു കമന്റ് ഇടണം, ഞാൻ നിനക്ക് ഫുൾ ക്യാമറ യൂണിറ്റ് ലൈറ്റ് സെറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തരാം. 15 മിനിറ്റ് മനുഷ്യന് മനസ്സിലാവുന്ന ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. പറ്റില്ല, അത് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ ഈ കഴിവില്ലാത്തവർ വന്ന് ഇതുപോലത്തെ എന്ത് വിവരക്കേടുകളും പറയും. ഇഗ്നോറൻസ് ആണ് ബെസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ എടുത്തു പറയാനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്താ പറയുക, സീരിയൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ട് സീരിയലിന്റെ നന്മയും തിന്മയൊക്കെ വേറെ ചർച്ചകളാവുന്ന കാര്യങ്ങളാണ്. അത് സത്യം പറഞ്ഞ പ്രേക്ഷകര് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് എല്ലാവരും പ്രേക്ഷകരുടെ ആർട്ടിസ്റ്റാണ്, ചെറുത് വലുത് എന്നുള്ളൊരു സാധനം ഇല്ല. പക്ഷെ ആ വേർതിരിവ് ഉണ്ടാക്കുന്ന സത്യം പറഞ്ഞ ഇൻഡസ്ട്രിയിൽ അതിപ്പോ ഞങ്ങള് ബിഗിനേഴ്സ് അല്ലേ, ഞങ്ങൾ ബിഗിനേഴ്സ് ആണ്. ഞങ്ങൾ ഇപ്പം വന്ന് കാല് വെച്ചിട്ടേ ഉള്ളൂ, മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇപ്പം പറ്റത്തില്ല. കാരണം ഞങ്ങൾ ബിഗിനേഴ്സ് ആണ്. ഞങ്ങൾ എല്ലാവർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ റെസ്പെക്ട്, ഒരേ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നാള് അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പോസ്റ്റേഴ്സിൽ നോക്കൂ. ഞാൻ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തതിനകത്ത് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഫേസ് മാത്രമല്ല വെച്ചിരിക്കുന്നത്. ഞാൻ അഭിനയിച്ചവരുടെ എല്ലാവരുടെയും വെച്ചിട്ടുണ്ട് പറ്റുന്നത്. കാരണം വെക്കാൻ വഴിയില്ല. അല്ലെങ്കിൽ ഒരു 6 ഫീറ്റിന്റെ പോസ്റ്റർ ഞാൻ 12 ഫീറ്റ് ആകണം. അത്രയും ആത്മസഹോ എന്ന സിനിമയുടെ കുറിച്ചുള്ള ചർച്ചയാണോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊമോഷന് വരാത്തതിന്റെ കാരണമാണോ, എന്താണ്? ആത്മസഹോയിൽ വന്നൊരു കമന്റിന്റെ അടിസ്ഥാനത്തിൽ പറയണ, ഈ ചാർലി ചാപ്ലിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീൻസ് എല്ലാവരും കാണുന്നവരാണ് അല്ലേ, കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അത് ഇപ്പോഴും ഇഷ്ടമാണ്. നമ്മള് എത്ര പ്രാവശ്യം വേണമെങ്കിലും കണ്ടിരിക്കും. അപ്പൊ സിനിമയ്ക്ക് വേണ്ടത് സീരിയൽ ഫ്രെയിമോ അല്ലെങ്കിൽ സിനിമ ഫ്രെയിമോ അങ്ങനെ ഒന്നുമല്ല. ജനങ്ങളിൽ എത്തുന്ന ഒരു കണ്ടന്റ് കിട്ടുക, ജനങ്ങൾ അത് ആസ്വദിക്കുക. അത് ഫ്രെയിം എങ്ങനെ ഇരുന്നാലും ആ ഒരു സ്റ്റേറ്റ്മെന്റില് എനിക്ക് പറയാണ്, അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് വാല്യൂ എങ്ങനെയായിരിക്കും? അതായത് നമ്മൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ നമ്മൾ ആ ഒരു സ്ക്രീനിൽ വരികയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അല്ല അത് പറഞ്ഞു. ടിക്കറ്റ് വാല്യൂ ഉദ്ദേശിച്ചത് എന്താണ്? ടിക്കറ്റിന് എത്ര രൂപയായി? ഇപ്പൊ മുളവിന് എത്ര രൂപയാണ്, അല്ലെങ്കിൽ ഉള്ളിക്ക് എത്ര രൂപ? ഇത് മറാത്ത മന്ദിറിൽ നടക്കുന്ന നാടകങ്ങൾ, അനുപം കേരളം അഭിനയിക്കുന്ന മറാത്ത മന്ദിറിൽ നടക്കുന്ന നാടകങ്ങൾക്ക് 1000 രൂപ ടിക്കറ്റ് ഉണ്ട്, ഫുൾ ഹൗസിൽ കാണാറുണ്ട്. ഇനി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ മഹാസാഗരം, പ്രശാന്ത് നാരായൺ സാർ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകം നമ്മൾ ഇവിടെ ടാഗോറിൽ പ്രസന്റ് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് മഹാസാഗരം MTയുടെ പ്ലേ ചെയ്യുന്ന സമയങ്ങളിൽ സുരഭി ലക്ഷ്മിയാണ് അന്ന് നായിക. എല്ലാവരും ഉണ്ട്. ഏകദേശം 35 ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന നാടകം. 1000 രൂപ, 500 രൂപ, 300 രൂപ ടിക്കറ്റ്. 1000 രൂപ, 500 രൂപ, 300 രൂപ. അന്ന് ആ പ്ലേ കാണാൻ ടാഗോറിൽ വന്നവർക്കറിയാം ഹൗസ്ഫുൾ ആയിരുന്നു. അപ്പൊ അങ്ങനെ പറയരുത്. ഇപ്പോഴും അങ്ങനെ പ്ലേ നടക്കുന്നുണ്ട്. അങ്ങനെ തിയേറ്റർ പ്ലേസ് ആർ റോയലി ഗോയിങ് ഓൺ വിത്ത് ഹൈ പ്രൈസിങ്സ്. അത് നമ്മുടെ തെറ്റായ ചിന്തകളാണ്, വിഷ്വൽ ഫാക്ടേഴ്സ്. ഇപ്പൊ അത് നേരത്തെ പറയുന്നതല്ല, സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന സിനിമ സെക്കൻഡ് ഡേ ഹോൾഡ് ഓവർ ആകുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ ഫാക്ടറൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നാടകങ്ങൾക്ക് വരെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന പോലെ ഹിന്ദിയിൽ നമുക്ക് അറിഞ്ഞാത്തോളം നമ്മൾ അവിടെ പോയാൽ ആ തിയേറ്റേഴ്സിലെ പ്രൈസിങ് അത്ര ഹൈ ആണ്. ഇവിടെ സിനിമയ്ക്ക് നമ്മൾ 150 രൂപ 250 രൂപ കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതില്ല. സിനിമ ഇസ് ആർട്ട്, ഇറ്റ്സ് എ ക്രിയേറ്റീവ്. അല്ല, എന്തായാലും ആത്മസഹോ സിനിമ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അത് നന്ദിപൂർവ്വം സ്മരിക്കേണ്ട മീഡിയാസ് ആണ്. തീർച്ചയായിട്ടും ഇല്ല, ഞാൻ പേടിക്കില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും നല്ലൊരു സിനിമ
ഇല്ല, ഞാൻ പേടിക്കേണ്ട ആവശ്യം എന്താണ്? കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇപ്പൊ ഇരിക്കുന്നവർക്ക് ഒരുത്തർക്ക് പൊറോട്ട പിടിക്കും, ഒരുവർക്ക് ചപ്പാത്തി പിടിക്കും, ഒരുവർക്ക് ഫ്രൈഡ് റൈസ് പിടിക്കും. അത് ഓരോരുത്തരുടെ ചോയ്സാണ് അല്ലേ? ഇപ്പൊ കാണുന്ന ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ 10 ആളോ അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ സിനിമ മോശമാവുമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് ബിസിനസ്സിനെ ബാധിക്കുമായിരിക്കും. അതെല്ലാം ഡിഫറൻസ് അതൊരു പ്രൈമറി ഫാക്ടറായിട്ട് ഞാൻ വെക്കുന്നില്ല. അത് ഒരാളുടെ കാഴ്ചപ്പാടിൽ നമുക്ക് ഇപ്പോൾ ഒരു ഷർട്ട് എടുക്കാൻ പോവുകയാണെങ്കിലും ചിലർക്ക് ഒരു പർട്ടിക്കുലർ ഡിസൈൻസ് പിടിക്കും, ചിലർക്ക് പിടിക്കില്ല. അത് അവരുടെ കാഴ്ചപ്പാടല്ലേ. ഇപ്പം അതുകൊണ്ട് റിവ്യൂസ് പറയാൻ പാടില്ലെന്നല്ല, റിവ്യൂസ് പറയട്ടെ. പറയുമ്പോൾ എൻ്റെ കുറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ ശ്രമിക്കാം, ഞാൻ എടുക്കും. അതിനകത്തുള്ള നല്ലത് അത് ഞാൻ പറഞ്ഞ ഡയറക്ടർ എന്നുള്ളതിൽ ഞങ്ങൾ സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവരും വന്ന് പറയും സൂപ്പറായിരുന്നു. ഞങ്ങളതൊന്നും നമ്പൂല, ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങളെ താങ്ക് യു പറഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്ന അതിൻ്റെ വീഡിയോ ഇട്ട് കണ്ടിട്ട് ഞങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ഞങ്ങൾ പഠിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എത്ര പേര് കെട്ടിപ്പിടിച്ച് വാവ് സൂപ്പർ എന്ന് പറഞ്ഞ് ബാക്കിൽ പോയി എന്തോന്നല്ലേ അങ്ങനെ ഇതൊക്കെ വാവ് സൂപ്പർ. അപ്പോൾ ഇത് നടക്കുന്ന കാര്യമാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറയും സൂപ്പറായിരുന്നു, നിങ്ങൾ എന്തായാലും ഇവനൊക്കെ ഉണ്ടല്ലോ, ഇവന് രക്ഷപ്പെടാൻ പാടില്ല. ഇത് ഈ സമൂഹത്തിന് അറിയുന്ന കാര്യമാണ്. ഒരുത്തൻ നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു പോവോ എന്നുള്ള പേടിയാണ്. അത് ഞാൻ സിനിമ എന്ന് മാത്രമല്ല പറയണത്, എല്ലാ ഫീൽഡിലും ഉണ്ട്. എന്നാൽ പോസിറ്റീവായിട്ട് ഉറപ്പായിട്ട് പറയാം, ഒരു സിനിമയിൽ എന്ത് കുറ്റം കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് പോയിരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഫിലിം ആവട്ടെ, പാട്ടാവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതെന്ന് പറയുന്നത് എന്റർടൈനറാണ് അല്ലേ? എൻജോയ് ചെയ്യാനല്ല പോകുന്നത്. നമ്മൾ അവിടെ ഒരു 100 സംവിധായകരുണ്ടാവും, ഒരു പാനൽ ജഡ്ജ്മെന്റ് ഉണ്ടാവും. ഈ ജഡ്ജ്മെന്റിലൊന്നും തെറ്റുകുട്ടികൾ പറയട്ടെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം, ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. പറയല്ലേ, ആർക്ക് വേണം അഭിപ്രായം പറയാൻ പാടില്ല എന്നല്ല. പക്ഷെ ചില പർപ്പസായിട്ട് ഉള്ള നമുക്കറിയില്ലേ, ഇപ്പൊ നമ്മുടെ ഹൃദയം തുറന്നു കാണിച്ചാലും ഇവന്റെ ഹൃദയം കരിങ്കല്ലാണെന്ന് പറയുന്നവരുടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. അപ്പം ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? നല്ലൊരു അഭിപ്രായമുണ്ട് ഈ സിനിമയ്ക്ക്. എല്ലാ ഭാവങ്ങളും നേരുന്നതോടൊപ്പം ഇതിനകത്തൊരു ക്യാരക്ടറിനോ അല്ലെങ്കിൽ പാട്ട് എഴുതിയ ആൾക്കോ പാട്ടിനോ എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമോ എന്നുള്ള കോൺഫിഡൻസ് താങ്കൾക്കുണ്ടോ? എനിക്ക് പാട്ട് BGM ഓക്കെ, പാട്ടുകൾ നല്ല 2 പാട്ടുകൾ വന്നിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് ഇനി എത്തിപ്പെടണം. മീഡിയ അല്ലേ? തീർച്ചയായിട്ടും കോമഡി നടനുള്ള അവാർഡ് ചിലപ്പോൾ എനിക്ക് കിട്ടാൻ സാധ്യത. അതാ ഞാൻ പറഞ്ഞത്, ഈ സിനിമ നിങ്ങൾ ഒരു ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞതിന് ശേഷം കുറെ കോമഡി കൂടുതലുള്ള ഒരു പടമാണ് ഉള്ള. അത് ഞാൻ പറയുന്നതല്ല, കണ്ട ആൾക്കാർ. ഇതിനകത്ത് ഞാൻ ഇതിന്റെ വേറൊരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാം. ആക്ച്വലി ചില ആർട്ടിസ്റ്റുകൾ 5 ദിവസം ഉണ്ടായിരുന്നു, ചില ആർട്ടിസ്റ്റുകൾ 6 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിന്. എല്ലാവരുടെ ചിന്ത എന്താണെന്നറിയാമോ? ഞാൻ 5 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, 6 ദിവസമേ ഉണ്ടായിരുന്നു, ഒരു ചിന്ത. ഇപ്പൊ എനിക്കും ഉണ്ടാവും ആ ചിന്ത. പക്ഷേ ഈ ആർട്ടിസ്റ്റുകളെ ഇതിനകത്ത് അഭിനയിച്ച നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവും, ഓരോ കഥാപാത്രവും അത് എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു, അവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് ടീമിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ന്യൂ കമേഴ്സ് ഉണ്ട്, പുതുതായിട്ട് വന്ന ഒരുപാട് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം അതൊരു എന്താ പറയുക, നമുക്ക് അത്രത്തോളം വന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ സിനിമ. പക്ഷേ തീർച്ചയായിട്ടും എല്ലാവരും കാണണം. നിങ്ങളുടെ മീഡിയസിന് സപ്പോർട്ട് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയും സിനിമകൾ വരണം, ഉണ്ടാവട്ടെ. അവാർഡ് പോയി നേരത്തെ പറഞ്ഞ അവാർഡ് പ്രതീക്ഷിക്കുന്നു പറഞ്ഞു. ഒരു ഓസ്കാർ ലെവലിൽ സാധനം ചേട്ടൻ പ്രതീക്ഷിക്കുന്നു. ഓസ്കാർ ലെവലിൽ ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡ് ഓസ്കാർ തന്നെ. എന്തായാലും ഇത്രയും നേരം സഹകരിച്ച എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഒരു ബിഗ് താങ്ക്സ്. ഇപ്പം എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓസ്കാർ അവാർഡ്
സതീഷ ആ തലയും തത്തി ഞാൻ മാനവീയത്തിന് ഓസ്കാർ അവന് കൊടുക്കുന്നു. മാനവീയത്തിന് ഏറ്റവും നല്ല കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.